ഹലോ നമസ്കാരം. എല്ലാവർക്കും KG ടൈംസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ കുറച്ച് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ഒരു പേരിടൽ ചടങ്ങും അതിൽ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും എന്നും പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതെ, അപ്പൊ ഇന്ന് അവർ അതിന്റെ തന്നെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട്, അതായത് എക്സ്പ്ലനേഷൻ അല്ല, കമന്റ്സിനുള്ള ഒരു റിപ്ലൈ, അതായത് അവരുടെ ആ ഒരു വീഡിയോയ്ക്ക് വന്ന കമന്റ്സിനെതിരെയുള്ള റിപ്ലൈസ് ആയിട്ടെന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും, അതായത് ഈ വിജയ് മാധവും അവരുടെ ഭാര്യയായ ദേവികയും കൂടെ ചേർന്നിട്ട് വന്നൊരു റിപ്ലൈ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഫസ്റ്റത്തെ വീഡിയോ നമ്മൾ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതും കുറച്ചൊരു വിവാദത്തിലേക്ക് പോയി എന്നുള്ളതാണ് സത്യം. പക്ഷെ അത് പേരിടിയിലാണ് പോയതെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പേരാണ് പോയതെങ്കിൽ, ഈ വട്ടം കുറച്ച് ആചാരങ്ങളും അതിന് തുടർന്നുണ്ടായ കാര്യങ്ങളും ഒക്കെയാണ് ഈ വട്ടം അതൊരു വിവാദമായി പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതെ, ഇപ്പൊ പ്രശ്നം പോയേക്കുന്നതെന്ന് പറഞ്ഞാൽ അവര് വന്ന് വീഡിയോയിൽ പറഞ്ഞേക്കുന്നെന്ന് പറയുന്നത് കമന്റ്സിലൂടെ അവരുടെ ഇപ്പം ജനിച്ച കൊച്ചിനെ അനാവശ്യമായിട്ട് വലിച്ചഴിച്ചു, അതേപോലെ തന്നെ അനാവശ്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പുള്ളിക്കാരനെ കുറെ സൈക്കോ ഒന്നും അങ്ങനെ കുറെ ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ വിളിച്ചിട്ടുണ്ട്. ഭാര്യയെ അടിച്ചമർത്തി നടക്കുന്ന ഒരു ഭർത്താവ് എന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. കമന്റ്സ് വന്നിട്ടുണ്ടെന്നും പറഞ്ഞാണ് ഭാര്യയും ദേവികയും വിജയ് മാധവും വന്ന് പറഞ്ഞിരിക്കുന്നു. പ്രതികരിച്ചേക്കുന്ന അതേ കണക്കാണ്. പക്ഷെ കമന്റ്സിലൂടെ ഇതേപോലൊരു കുഞ്ഞിനെ പറഞ്ഞിട്ടുള്ള ഒരു കമന്റ്സും നമ്മൾ ഇതുവരെ ആരും കണ്ടിട്ടില്ല. പിന്നെ വേറെ ഏതെങ്കിലും വീഡിയോയിലോ റിയാക്ഷൻ വീഡിയോയിലോ അതേപോലെ തന്നെ ട്രോൾ വീഡിയോയിലോ വല്ലതും അല്ല, ഇവരുടെ എഫ്.ബിയിൽ വന്ന പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ടുണ്ട് എന്ന് ചിലര് പറഞ്ഞ് ഞാൻ കേട്ടു. ഓക്കെ. അപ്പോ അവർക്ക് ഇപ്പൊ കുറെ കമന്റ്സിനിടയിൽ ഒന്ന് രണ്ട് കമന്റ്സ് അവരുടെ കുഞ്ഞിനെ പറ്റി വന്നാലും, ഒരു 2 ആഴ്ച ആയ കുഞ്ഞാണ്, ഒരു അമ്മയ്ക്കും അച്ഛനും അത് നല്ല രീതിയിൽ വേദനിക്കും, അത് ഹൈലൈറ്റ് ചെയ്ത് അവർക്കത് ഉണ്ടാവുകയും ചെയ്യും. അതെ, അത് ആർക്കായാലും ഏതൊരു അച്ഛനമ്മയാണെങ്കിലും നമുക്ക് അത് വിഷമം തോന്നുന്ന കാര്യങ്ങളാണ്. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു കമന്റ്സ് ഉണ്ടെങ്കിൽ അതൊരു സ്ക്രീൻഷോട്ട് ആയിട്ടോ എന്തെങ്കിലും ഒന്ന് പ്രൂഫ് ആയിട്ടോ ഒന്ന് കാണിക്കായിരുന്നു. കാര്യം ഇപ്പം പൊതുവെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല ഈ കമന്റ്സിൽ നല്ലൊരു കാര്യം. അല്ല, അങ്ങനെ പ്രൂഫ് കാണിക്കേണ്ട കാര്യം തന്നെ ഇല്ല. കാരണം അവരുടെ കുഞ്ഞാണല്ലോ, അവരത് വന്ന് കള്ളം പറയില്ലല്ലോ. പക്ഷെ ആരും കണ്ടതായിട്ട് പറയുന്നില്ല. പക്ഷെ ഉണ്ടായിരുന്ന കാണും. അതിപ്പം ഏതൊരു അച്ഛനും അമ്മയ്ക്കാണല്ലോ. അതിപ്പം ഞങ്ങൾക്ക് തന്നെ ആണെങ്കിലും ഞങ്ങളുടെ ചാനലിൽ ഒരു നെഗറ്റീവ് കമന്റ് വരുവാണെങ്കിൽ ഞങ്ങൾ അത് അപ്പോൾ ഡിലീറ്റ് ചെയ്യും. കാരണം അത് കണ്ടു കഴിഞ്ഞ് ചൊറിയാനായിട്ട് കുറെ എണ്ണം വരുന്ന ഒരു സംഭവം ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ. കാര്യം ഏതൊരു ചാനൽ, യൂട്യൂബ് ചാനലാണെങ്കിലും നെഗറ്റീവ് കമന്റ്സ് എന്തായാലും വരും. അപ്പം അവരുടെ കുഞ്ഞിനെ പറ്റി നെഗറ്റീവ് കമന്റ്സ് വരുവാണെങ്കിൽ അവർ ഓൾറെഡി എന്തായാലും റിയാക്ഷൻ ചാനലുകാർ എല്ലാം ഈ ടോപ്പിക് എടുത്ത് റിയാക്ട് ചെയ്യാറുണ്ട്. ട്രോൾസ് വരുന്നുണ്ട്. അപ്പം പെട്ടെന്ന് അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവാം, നമുക്ക് അറിയത്തില്ല. അല്ലെ, കാരണം അതൊരു യൂട്യൂബ് ചാനൽ ഉള്ളവർക്കേ അറിയൂ. ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പല കമന്റ്സും നമ്മൾ റിപ്ലൈ കൊടുത്ത്, മിക്കതും ഒക്കെ ചെറിയ കമന്റുകളായിരിക്കും ഇടുന്നത്. ഒരു കാര്യം ഇല്ലാത്തൊരു വീഡിയോക്കൊക്കെ വന്നിട്ട് ചുമ്മാ നെഗറ്റീവ് എഴുതിയിട്ട് മനസ്സുഖം കണ്ടെത്തുന്ന കുറച്ച് ടീംസ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിന് റിപ്ലൈ കൊടുത്തിട്ട് നമ്മൾ അത് അതിൽ തന്നെ ഇടും. അപ്പൊ കുറെ പേര് ചോദിക്കാറുണ്ട് നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ എന്തിനാണ് ഡിലീറ്റ് ചെയ്യുന്നത്. ഡിലീറ്റ് ചെയ്യേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഒരു നെഗറ്റീവ് കമന്റ് വന്നു കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെ കുറെ എണ്ണം പിന്നെ അതിൽ നെഗറ്റീവ് ഇടാനായിട്ട് നിൽക്കും. അത് ഞാൻ കുറെ വീഡിയോസിൽ ഞാനത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു വീഡിയോസിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് റിപ്ലൈ കൊടുത്തിട്ടിട്ട് പിന്നെയും അതേ രീതിയിൽ തുടർന്ന് വേറെ ആരെങ്കിലും കമന്റ് ചെയ്യണമെങ്കിൽ അങ്ങ് ഡിലീറ്റ് ചെയ്യും. അതോടെ ആ പ്രശ്നം അങ്ങ് തീരും. പിന്നെ എല്ലാം നെഗറ്റീവുകൾ കാണൂല. അത് ഇത്തരം ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഇടുമ്പോ ഒരു മനസ്സുഖം. അതെ, അത് എന്തെങ്കിലും കുത്തണം. അല്ല, ചിലർക്ക് അത് കണ്ടു കഴിഞ്ഞിട്ട് ഒരാളെ നെഗറ്റീവ് ഇട്ടു, അപ്പം അവർ ഒന്നും കൂടെ കുത്തണമെന്ന് പറഞ്ഞ് നെഗറ്റീവ് ഇട്ടു, അങ്ങനെ ഒരു മനസ്സുഖം കണ്ടെത്തുന്ന കുറച്ച് ടീമുകളും ഉണ്ട് കേട്ടോ. പല ആൾക്കാരാണല്ലോ പലതും. പിന്നെ അതേപോലെ തന്നെ അവര് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ഇത് ഈ ഒരു കണ്ടന്റ് എടുത്തിട്ട് വീണ്ടും ഒരു റിയാക്ഷൻ ഒന്നും കൂടി താങ്ങാൻ വയ്യാതെ അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അത് നമുക്കറിയത്തില്ല. കാര്യം ഓൺ ദ സ്പോട്ട് അവർ ഡിലീറ്റ് ചെയ്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റത്തില്ല അത് അങ്ങനെ ഒരു കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ അവരുടെ മോനെ പറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അവർക്ക് വന്ന് കള്ളം പറയേണ്ട കാര്യം എനിക്ക് തോന്നുന്നില്ല വീഡിയോയിൽ വന്നിട്ട്. മാത്രമല്ല അവരുടെ ഒരു കാര്യവും പറയുന്നുണ്ട്. അതായത് അവരിങ്ങനെ ഹസ്ബൻഡിനെ സൈക്കോ എന്ന് വിളിക്കുന്നതും ഈ ദേവിക എന്ന് പറയുന്നവര് ഈ ഹസ്ബൻഡിന്റെ സഹിച്ചു നിൽക്കുകയാണെന്നും ഒന്നും പറയാൻ പറ്റാത്തൊരു രീതിയാണെന്നൊക്കെ പറയുന്നതിന് അവർ തന്നെ അത് ക്ലാരിറ്റി ആയിട്ട് പറയുന്നുണ്ട്. അങ്ങനെയല്ല. ഇപ്പം പിന്നെ വേറൊരു കാര്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഒരു ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ അവർക്കിടയിൽ അവരാണ് തീരുമാനിക്കേണ്ടത് അവർ തമ്മിൽ എങ്ങനെയാണ്. അല്ലെങ്കിൽ ഇപ്പൊ കുറെ പേര് ഞാൻ പറയുന്നത് കേട്ടു, താങ്കളെന്ന് വിളിച്ച് സംസാരിക്കുന്നു എന്നൊക്കെ. അത് അവരുടെ ഒരു രീതി ആയിരിക്കാം. അതിപ്പോ നമ്മൾക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് തമ്മിലുള്ള കെമിസ്ട്രി അവരാണ് തീരുമാനിക്കുന്നത്. വേറൊരു പുറമേ ഒരാൾ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അതിപ്പോ ഞാനും വർഷം തമ്മിലുള്ള കാര്യങ്ങള്, വർഷം വീട്ടിൽ വിളിക്കുന്നതാണ്, കനക എന്നാണ് പേര്.
അപ്പം ഞങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി എങ്ങനെയാണ് ഞങ്ങളെ തീരുമാനിക്കുന്നത്. വെളിയിൽ നിന്ന് ഒരാൾ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ വിളിക്കാവൂ, നിങ്ങൾ ഇങ്ങനെ പറയാവൂ എന്ന് പറയാൻ ആർക്കും അതിനുള്ള റൈറ്റ്സ് ഇല്ല. അത് അൺയൂഷ്വൽ ആയിട്ടുള്ള കമന്റ്സ് ആണ്, അതിന്റെ ആവശ്യമില്ല. അതിപ്പോ പൊതുവെ ചിലരുടെ ക്യാരക്ടർ ആയിരിക്കും, ചിലർ ഇങ്ങനെ ഔട്ടറിൽ കാണുന്ന ഫിസിക്കൽ ആയിരിക്കും. അപ്പൊ എന്റെ അടുത്ത് ഞങ്ങളത് പലരും അല്ല, അത് വീഡിയോയിൽ പറയുന്നുണ്ട്, അവര് വെളിയിൽ വരുമ്പോ ആ ഒരു റെസ്പെക്ട് കൊടുത്തിട്ടേ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കത്തുള്ളൂ. പക്ഷെ ഞങ്ങൾ അല്ലാതെ ആണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ആയിരിക്കില്ല. അവരെന്നെ പറയുന്നുണ്ട് റീൽസിലും റിയലിലും ഞങ്ങൾ വ്യത്യാസമാണ്. അതിപ്പോ ഞങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഈ ഇരിക്കുന്ന സംസാരിക്കുന്ന രീതി കളിയാക്കലും അങ്ങനെ ഒരു രീതിയാണ് ഞങ്ങൾ പോകുന്നത്. ഇതിപ്പം നിങ്ങളുടെ കൂടെ വീഡിയോയിൽ വന്നിരിക്കുമ്പോ നിന്റെ അഭിപ്രായം എന്താ ഇങ്ങനെ സംസാരിക്കത്തോളൂ നമ്മള്. അപ്പൊ ആ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആ ഒരു പുള്ളിക്കാരൻ ആ വീഡിയോ ചെയ്യുന്നത് നല്ല കൂളായിട്ടായിരുന്നു. ഇത്രയും വിവാദമായി ഇത്ര റിയാക്ഷൻ ആള് സംസാരിക്കുന്നത് അതൊരു പോസിറ്റീവ് അല്ല. അത് ആള് തന്നെ പറയുന്നുണ്ട്, ആള് സ്പിരിച്വലി അത്രയും ആ ഒരു സംഭവം ഒക്കെ ഉള്ളത് കൊണ്ടാണ് ആൾക്ക് ഇതൊക്കെ കൂളായിട്ട് എടുക്കാൻ പറ്റുന്നത്. പക്ഷെ ഇവിടെ മൊത്തത്തില് തകർന്നു പോയത് ആ വൈഫാണ് കേട്ടോ. വൈഫാണല്ലോ ഓൾറെഡി ഇപ്പൊ ആള് മെന്റലി ഫിസിക്കലി ഒക്കെ വീക്കായിട്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ ഈ ഒരു സംഭവം കൂടെ ഒക്കെ വരുമ്പോൾ ആൾക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും. പക്ഷെ അതിൽ രണ്ടൊന്ന് കാര്യം. ഒന്നെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന കാണുമ്പോൾ പിന്നെയും വീഡിയോ ഇട്ടിട്ട് ഒരു ഇത് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. ഒന്നെങ്കിൽ കമന്റ്സ് ഓഫ് ചെയ്തിടുക, കമന്റ്സ് ഓഫ് ചെയ്യാന്നേ ഉള്ളൂ. അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്ത് കമന്റ്സ് ഓഫ് ചെയ്തിടുക. അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ഇടാതെ പിന്നീട് വേറെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ വേറെ ഏതെങ്കിലും. അല്ല, ഞാൻ കുറച്ച് പേര് പറയുന്ന കേട്ടു, ഇങ്ങനെ ദേവിക എന്തൊക്കെയോ സംസാരിക്കാൻ വരുമ്പോ ഇങ്ങനെ കൈ കാണിച്ച് നിർത്തുന്നു, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നില്ല, കൂടുതൽ ആളാ സംസാരിക്കുന്നത്. അതിപ്പോ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ഇപ്പം ഒരു വൈഫ് ഇപ്പൊ പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു സംഭവമാണ്. അതിന്റെ ഇടയ്ക്ക് ഇന്നലെ തലേന്ന് രാത്രി, അതായത് ഈ കമന്റ് കാണുന്നത് തലേന്നാണ്, വീഡിയോയ്ക്ക് തലേന്ന് രാത്രിയാണ് കാണുന്നത്, ആള് ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഊഹിക്കാം, ഈ അടുത്താണ് ആളുടെ ഡെലിവറിയും കാര്യങ്ങളും കഴിഞ്ഞത്. ഒരു കുഞ്ഞുണ്ട്, അതിനെ ഫീഡ് ചെയ്യുന്ന ടൈമാണ്, ഉറക്കം ഒന്നും കറക്റ്റ് ആയിരിക്കില്ല. അതിന്റെ ഇടയ്ക്ക് ഈ ഒരു സംഭവമൊക്കെ വന്നപ്പം ആള് മെന്റലിയും ഫിസിക്കലിയും ഭയങ്കരമായ രീതിയിൽ എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പം ഈ ഭർത്താവിനാണല്ലോ ഭാര്യനെ ഏറ്റവും കൂടുതൽ മനസ്സിലാവുക. അപ്പൊ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ വേണ്ട പറയണ്ട, ഞാൻ പറയാം എന്നുള്ള രീതിയിൽ പറയുന്നില്ല. അതിപ്പം നമുക്ക് പേഴ്സണലി അതോടെ അടിച്ചമർത്തുന്നതാണെന്നോ ഒന്നും ആ ഒരു വൈഫ് പറയാത്ത ഒരു സാഹചര്യത്തിലും നമുക്ക് ഊഹിച്ചു പറയാൻ പറ്റത്തില്ല. ചിലപ്പോ വൈഫിന് അതായിരിക്കും ഇഷ്ടം, ചിലപ്പോ അങ്ങനെ ഇഷ്ടപ്പെടുന്ന വൈഫുകളും ഉണ്ടല്ലോ. അല്ല, ചില ആൾക്കാർ ഡിവോഴ്സ് ചെയ്ത് പോകുന്നൊക്കെ പറയുന്നത്. അതിന്റെ ആവശ്യം അതെ, അവരത് എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നിടത്തോളം കാലം വേറെ വെളിയിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറയേണ്ട കാര്യം. അല്ല, ചിലർ പറയുന്ന ചില പെൺകുട്ടികൾക്ക് കല്യാണം കഴിഞ്ഞാലും ജോലി ചെയ്തിട്ട് സ്വന്തം ഏർണിങ്സ് കൊണ്ടിട്ട് ഇങ്ങനെ വീട്ടിൽ അങ്ങനെ അടച്ചിടുന്നതോ പിടിക്കുന്നതൊന്നും ഇഷ്ടമില്ലാത്തവരോട്. ചിലർക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ വീട്ടിൽ തന്നെ ഭർത്താവിന്റെയും കുട്ടികളുടെയും കാര്യം നോക്കി നിൽക്കാനാണ് ഇഷ്ടം. അതിനെ ഇപ്പോഴത്തെ ഒരു തലമുറ കുലസ്ത്രീ എന്നൊക്കെ വിളിക്കുമെങ്കിലും ചില പെൺകുട്ടികൾക്ക് അതൊക്കെയാണ് ഇഷ്ടമാണ്. അത് അവരുടെ ഇതിന് വിടുക. എല്ലാവർക്കും ഒരു ഓരോരുത്തർ സ്വന്തമായിട്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ള അവരുടെ ഇഷ്ടം. അതെ, പിന്നെ രണ്ട് പെർഫെക്റ്റ് അല്ലാത്ത ആൾക്കാരുകൾ ചേരുമ്പോൾ ഉണ്ടാവുന്നതാണോ ഒരു മാരേജ് എന്ന് പറയുന്നത്. ഇപ്പൊ പെർഫെക്റ്റ് അല്ലാത്ത മീൻസ് രണ്ടുപേരും ഒരേ തോണിയിൽ സഞ്ചരിക്കുന്ന ആൾക്കാരല്ല കണ്ടുമുട്ടിയിട്ട് കല്യാണം കഴിക്കുന്നത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് അഡ്ജസ്റ്റ്മെന്റും ആ ഒരു എന്താ പറയാ താങ്കൾ എന്നൊക്കെ വിളിക്കുന്നതിന് എന്താ പറയാ, അതെ, അതൊന്നും നമ്മള് വിലയിരുത്തുന്ന ആളുകളല്ല. അപ്പം പിന്നെ അതേപോലെ തന്നെ ഇപ്പം അത് തന്നെ ശേഷം ഒരു വീഡിയോ ഇട്ടേക്കുന്നത്, ഒരു വിളക്ക് വെച്ച് ഇത് ചെയ്യുന്ന വീഡിയോ. ഞാൻ എന്റെ ഒരു ഇത് വെച്ചിട്ട് ഈ ഒരു സമയത്ത് അതൊന്നും വീഡിയോ ഇടാതിരിക്കുന്നതായിരുന്നു നല്ല. അതിനൊരു ഇപ്പൊ ഒരു പ്രശ്നമായിട്ട് അവർക്കത് ഈ കമന്റ്സ് ഒക്കെ താങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഇരിക്കുമ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ല, വിളക്ക് വെച്ച് കയറിയതിൽ കുറെ പേര് ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ വിളക്ക് പിടിച്ചുകൊണ്ട് കയറാൻ പാടുണ്ടോ, ആൾക്ക് ഇപ്പം ബ്ലീഡിങ് ആയിട്ടിരിക്കുന്ന ടൈം അല്ലേ എന്നൊക്കെയാണ്. അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ ആചാരങ്ങളാണല്ലോ. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഇത് മതപരമായിട്ടുള്ള രീതികളിലും പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പൊ എല്ലാവരും കാണുന്ന നോർമൽ ആൾക്കാർ മാത്രമല്ല, കാരണം ആ രീതിയിൽ റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഈ വിജയ് മാധവ് എന്ന് പറയുന്ന ആള് പറയുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ പെട്ട ആൾക്കാരും ഇതിൽ വന്ന് കമന്റ് നിരീശ്വരവാദികൾ, അതെ, ഇതുമായിട്ട് എതിർക്കാത്തവർ കാണും, വിശ്വാസമുള്ളവർ കാണും, പല ആൾക്കാരായിരിക്കും കമന്റ് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് ആ കമന്റ്സും വരത്തുള്ളൂ. അതെല്ലാം നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ട് വേണം വീഡിയോ ഇടാൻ. അതെല്ലാം ഇട്ടിട്ട് പിന്നെ പോസിറ്റീവ് കമന്റ്സ് മാത്രമല്ല, ഒന്നെങ്കിൽ നെഗറ്റീവ് കമന്റ് വിടുക, ഡിലീറ്റ് ചെയ്ത് വിടുക. എന്തായാലും പല രീതിയിൽ സംസാരിക്കുന്ന അല്ല. പിന്നെ വേറൊരു കാര്യം കൊണ്ടുണ്ട് കേട്ടോ. അത് ഇപ്പൊ ആളുടെ ഭാഗത്തുനിന്ന് ഇപ്പൊ ആളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, മിക്കതും ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ല, കാരണം ഒരു ഫാമിലിയാണ്, ആ രീതിയൊക്കെ ആയിരിക്കാം. പക്ഷെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളൊരു യൂട്യൂബേഴ്സ് ആണ്. അപ്പൊ ഞങ്ങളത് പറയണം, കാരണം ഇത് ഞങ്ങളുടെ ആദ്യത്തെ ചാനലല്ല, ഞങ്ങൾക്ക് വേറൊരു ചാനലുണ്ട്. അപ്പൊ ഒരു യൂട്യൂബർ എന്ന നിലയിൽ ഒരു മറുപടി പറയേണ്ടതുണ്ട്. അതായത് ആള് വന്നിട്ട് പറഞ്ഞു, എനിക്ക് യൂട്യൂബിൽ നിന്ന് വലിയ വരുമാനം ഒന്നും കിട്ടുന്നില്ല, അപ്പൊ ഞാൻ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് എനിക്ക് വലിയ വ്യൂസ് കിട്ടിയിട്ട് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടല്ലെന്നും. ഒന്നാമത്തെ കാര്യം,
ആ പറയുന്നത് തെറ്റാണ്. കാരണം യൂട്യൂബിൽ എല്ലാവരും ആരായാലും വീഡിയോ ഇടുന്നത് വരുമാനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ഓഫ് ആക്കി വെക്കുക. വരുമാനം നമ്മുടെ പാഷൻ കാണിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഇത് കാണിക്കാനാണെങ്കിൽ മോണിറ്റൈസേഷൻ എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു വരുമാനത്തിന് വേണ്ടി കൂടിയാണ്, വരുമാനത്തിന് വേണ്ടി മാത്രം എന്ന് ഞാൻ പറയില്ല, വരുമാനത്തിന് വേണ്ടി കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന ചാനൽ തുടങ്ങിയിരിക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പിന്നെ ആള് പറയുന്നു ആൾക്ക് വലിയ വരുമാനമില്ല. അല്ല, ആൾക്ക് അത്യാവശ്യം നല്ല വ്യൂസ് ഷോർട്സിനായാലും വീഡിയോസിനായാലും ഒക്കെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല വരുമാനങ്ങൾ ഉള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, അപ്പൊ ആള് അത് ആദ്യത്തെ ദിവസം പറഞ്ഞാണ് കേട്ടോ. അപ്പൊ ഈ രണ്ടാമത്തെ ദിവസം വന്ന് ഈ കമന്റ്സിനുള്ള റിപ്ലൈ വീഡിയോയിൽ ആളുടെ വായിന്നൊരു സംഭവം വീണായിരുന്നു. ഞാന് വീഡിയോ നിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഉള്ള കമന്റ്സ് ഒക്കെ വരുന്നത്, പക്ഷെ ഞങ്ങൾ വീഡിയോ നിർത്തില്ലെന്ന്. അതിൽ തന്നെ ആൾ ഉത്തരം പറഞ്ഞിട്ട് എന്തുകൊണ്ട് നിർത്തില്ല, ഞാൻ ചോദിക്കുന്ന ചാരിറ്റി കാര്യങ്ങളൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. അപ്പൊ അത്രയും ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ നിങ്ങൾ വീഡിയോ നിർത്തണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ വീഡിയോ നിർത്തി പോകണം. ഇതിന് വലിയ വരുമാനം കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നാണല്ലോ പറയുന്നത് നിങ്ങൾ. പിന്നെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് വീഡിയോസ് ഇടുന്നതെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൽ തന്നെ കുറച്ച് പേരാണ് ഇമാതിരി കമന്റ്സ് ഇട്ടിട്ടുള്ളത്. അതായത് പേര് ശരിയായില്ല എന്നും പറഞ്ഞിട്ട് മാന്യമായ രീതിയിൽ ഇട്ടിട്ടുള്ളത്. പിന്നെ നിങ്ങൾ മാറില്ല എന്ന് പറയുന്നിടത്ത് ബാക്കിയുള്ളവർ മാറണം എന്ന് പറയുന്നതും ശരിയല്ല. കാരണം നമ്മളും നമ്മുടെ രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ വീഡിയോയിൽ നിങ്ങളായിട്ട് ചെയ്യാറുമുണ്ട്, അതേപോലെ തന്നെ എഡിറ്റ് ചെയ്ത വീഡിയോസും ഇടാറുണ്ട്. അപ്പം അതൊരു വരുമാനത്തിനും കൂടി വേണ്ടിയിട്ടല്ല എന്ന് പറയുന്നതിൽ അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. മേ ബി നിങ്ങൾ അത്രയും നല്ല ഒരു മനസ്സിന് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫാമിലിയിൽ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം. എങ്കിൽ പിന്നെ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്താൽ മതിയല്ലോ. മോണിറ്റൈസേഷനും ഓണാക്കി, കമന്റ്സും ഓണാക്കി, ഇതെല്ലാം ചെയ്തിട്ട് പിന്നെ ഇമാതിരി ഡയലോഗൊന്നും ഇതൊന്നും അല്ല. അപ്പൊ എല്ലാം വേണം. പ്രശ്നങ്ങൾ ആരും നെഗറ്റീവും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ഇടുന്നതെന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ ഫോളോവേഴ്സിനും ഉള്ള ഇന്ററാക്ഷൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളുമാണ് അവരോട് പറയുന്നത്. അതേപോലെ തന്നെ തിരിച്ചും അവർ കമന്റ്സിലൂടെയാണ് അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയുന്നത്. അപ്പൊ നമ്മുടെ അഭിപ്രായങ്ങൾ അവർ ഉൾക്കൊണ്ടിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതും ഉൾക്കൊള്ളാം. അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നെഗറ്റീവ് സംസാരമൊക്കെ വരും. ഞങ്ങളെല്ലാം പെർഫെക്റ്റ്, എല്ലാവരും പെർഫെക്റ്റ് ഒന്നും അല്ല. നമ്മൾ ചില ഒപ്പീനിയനും തോട്ട്സും എല്ലാം തെറ്റായിരിക്കാം. അതേപോലെ അവരുടെ ഒപ്പീനിയൻസും തോട്ട്സും തെറ്റായിട്ടുള്ള കാര്യങ്ങളും വരും. ചിലത് ശരിയാവാം. അപ്പൊ അത് ശരിയായത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തത് വിടുക, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് വിടുക, അല്ലെങ്കിൽ കമന്റ്സ് ഓഫ് ചെയ്യുക. ഒത്തും പറ്റില്ലെങ്കിൽ കമന്റ്സ് ഓഫ് ചെയ്തിടുക, മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിടുക. അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ളത് ഏറ്റവും ആദ്യം വരുന്നത് നമ്മുടെ ഫോൺ, അതായത് നമ്മുടെ ഫോണിലാണ് നമ്മൾ യൂട്യൂബിന്റെ ഈ സംഭവം ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്ക് അപ്പൊ തന്നെ ആ കമന്റ് ആ സെക്കൻഡ്സിൽ തന്നെ നമുക്ക് വരും, അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ ഇതൊന്നും കണ്ടിട്ട് പല ആൾക്കാരാണ് പല ഇതാണ്, നിങ്ങൾ എങ്ങനെ ഇരിക്കണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്, ബാക്കിയുള്ളവർ എങ്ങനെയുള്ളത് വേണ്ടെന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മോഡ് ചെയ്ത് പോകുക, പ്രശ്നങ്ങളില്ലല്ലോ. വീഡിയോ എടുത്തേക്കുന്നെല്ലാം കണ്ടിട്ടില്ല, ആളെ വെച്ച് തന്നെ എഡിറ്റ് ചെയ്യാൻ ടീമും എല്ലാം ആളെ വെച്ച് തന്നെ വീഡിയോ എടുപ്പിക്കുക. അതപ്പോ ഉദ്ദേശിച്ചേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻകം ഉദ്ദേശത്തിൽ തന്നെയാണ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് തന്നെ ഒരു വീഡിയോ എടുത്തിട്ടാൽ പോരെ, ആളെ വെച്ച് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നമുക്ക് തന്നെ ഫോണിൽ ഇങ്ങനെ ഒരു ട്രൈപോഡ് വെച്ചിട്ട് ഇത് നമുക്ക് വീഡിയോ ഇട്ടാൽ മതി. ഒരാളെ സെപ്പറേറ്റ് ഒരു ടീമിനെ വെച്ച് ഇത് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അറിയുന്നവരെ വെച്ച് ഇങ്ങനെ വീഡിയോ ഒക്കെ ആ എടുത്തേക്കുന്ന മെത്തേഡ് കാണുമ്പോൾ അറിയാം, നല്ല പ്രൊഫഷണൽ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട്. അപ്പൊ പിന്നെ അത് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവും. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഇവര് പ്ലാൻഡ് ആയിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നിയത്. ഇത് ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഇവര് ഓരോന്നും പ്ലാൻ ചെയ്ത പോലെ എനിക്ക് തോന്നിയത്. അല്ല, ഇവരെന്നെ പറയുന്നുണ്ട് ആദ്യത്തെ ഒരു പീരീഡില് വിവാദം, പക്ഷെ ഇത്രയും വരുന്ന ഇതില്ല. എന്നാലും ചെറിയ രീതിയിൽ അവർ കരുതി തന്നെയാണ്. പിന്നെ പേരിടല് അവരവരുടെ ഇഷ്ടമാണ്, അവരുടെ കൊച്ചിന് എന്ത് പേരിടണോന്നുള്ളത് പിന്നെ മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ, ഒരു 90-95% ആൾക്കാർ നല്ലത് തന്നെ പറഞ്ഞു കൊടുത്തത്. ഫ്യൂച്ചറിൽ പ്രശ്നം വരും, അത് ആൾക്ക് ഉൾക്കൊള്ളായിരിക്കും, ആളുടെ ഇഷ്ടമാണ്. അത് ആൾക്ക് ഉൾക്കൊള്ളത്തില്ലെന്ന് ആള് പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു 10ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴത്തേക്ക് വരും എന്ന് പറയുകയാണെങ്കിൽ പേര് മാറ്റി കൊടുക്കാം, അയാൾ അത് നിർബന്ധം പിടിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു ഉറപ്പില്ലാത്ത കാര്യം അതും അത് കുഞ്ഞെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ള രീതിയിലാണ്, അത് ആ കുഞ്ഞിന്റെ കയ്യിലാണ്. അപ്പൊ എന്തായാലും അവരുടെ കുഞ്ഞ് അവരുടെ പേര് എന്തായാലും ഇപ്പൊ കേട്ട് വരുമ്പോ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നില്ല കേട്ടോ. ഈ പേര് ഇപ്പൊ ഓം പരമാത്മ എന്ന് പറയുന്ന പേര് എനിക്കിപ്പം കേട്ട് ഇപ്പൊ തന്നെ നമ്മൾക്ക് ഫെമിലിയർ ആയി ആ പേര്. ഇപ്പം എനിക്ക് അതുകൊണ്ട് വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. പിന്നെ അതൊരു പെൺകുട്ടിക്കാണ് ഇട്ടത്, ആൺകുട്ടിക്കാണെങ്കിൽ പിന്നെയും ഈ പേര് ചേരുവായിരുന്നോന്ന് തോന്നുന്നു എന്ന് വിചാരിക്കുമ്പോ ഉള്ളൊരു പ്രശ്നമുള്ളൂ. അതേ ആളുകൾ പറഞ്ഞോളൂ, ആ കുട്ടിക്ക് പെൺകുട്ടിക്കാണ്. അല്ലല്ല, ആദ്യം ഓം പരമാത്മ എന്ന് പറയുന്നത് മിക്കവരും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല, അയ്യോ എന്ന് വെച്ചത്. പക്ഷെ ആളുകൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞത് വേറൊന്നുമില്ല, അത്രേ ഉള്ളൂ. അപ്പം ഇതേപോലെ അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും അടുത്ത വീഡിയോസ്. അപ്പൊ ഇതേപോലെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നിങ്ങൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.